നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇന്നലെ കഴിയുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീന ഗ്രൂപ്പ് ജയിലാണ്. ഗ്രൂപ്പ് ജയിൽ അർജൻറ്റീനക്കൊപ്പം ഓസ്ട്രിയയും അൾജീരിയയും ജോർദാനുമാണുള്ളത്. ഈ ഡ്രോ എങ്ങനെയുണ്ട്? അർജൻറ്റീനയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാണോ? മുന്നോട്ട് പോക്ക് എങ്ങനെയാവും? അർജൻറ്റീനയുടെ ആരാധകർ ഇപ്പോൾ വിശകലനം ചെയ്യുന്ന ഒരു കാര്യമാണിത്. തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തവണത്തെ വേൾഡ് കപ്പിൽ 48 ടീമുകളുണ്ട്. അതുകൊണ്ട് തന്നെ 32 ടീമുകൾ ഉള്ള ഒരു റൗണ്ട് അഡീഷണൽ ഉണ്ട്. റൗണ്ട് ഓഫ് 32 ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ആകെ 12 ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പിൽ നിന്ന് ആദ്യ 2 സ്ഥാനക്കാർ മുന്നോട്ട് കയറിയാൽ 24 ടീമുകളെ ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച 8 മൂന്നാം സ്ഥാനക്കാർ കൂടി അടുത്ത റൗണ്ടിലേക്ക് കടക്കും. അപ്പോൾ ഗ്രൂപ്പിൽ 3-ാം സ്ഥാനം പിടിച്ചാൽ പോലും മുന്നോട്ട് കയറാം എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു സാധ്യത. അപ്പോൾ അർജൻറ്റീനക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒട്ടും ബുദ്ധിമുട്ടാവില്ല. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ അർജൻറ്റീന മുന്നോട്ട് പോകാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ഓരോ എതിരാളികളെ നമ്മൾ എടുത്ത് നോക്കിയാൽ ഒന്ന് ഓസ്ട്രിയയാണ്. ഒരു പക്ഷേ അർജൻറ്റീനക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള ടീമാണ് ഓസ്ട്രിയ. റാൾഫ് രാഗ്നിക്കിൻ്റെ കീഴിലാണ് അവർ കളിക്കാൻ ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ എല്ലാവർക്കും അറിയാം. ഡിഫൻസ് വെച്ച് അർജൻറ്റീനക്ക് പൂട്ടിടാനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തും എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ പോലും നിലവിലെ ഫോമിൽ അർജൻറ്റീനക്ക് അവരെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓസ്ട്രിയയുടെ വേൾഡ് റാങ്കിങ് 24ആണ്. ഈ ഗ്രൂപ്പിൽ അർജൻറ്റീന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉയർന്ന വേൾഡ് റാങ്കുള്ള ടീമും ഓസ്ട്രിയയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ദെൻ അടുത്ത എതിരാളി അൾജീരിയയാണ്. അൾജീരിയയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്ക് കുറേ പരിചിതരായിട്ടുള്ള മുഖങ്ങളുള്ള ടീമാണ്. റിയാദ് മെഹ്റസ്, അതുപോലെ തന്നെ ഇസ്ലാം സ്ലിമാനി, പിന്നെ മുഹമ്മദ് മൗറ, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെയുള്ള ടീമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ക്വാളിഫയിങ് റൗണ്ടിൽ ഒരു മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. 10 മത്സരങ്ങളിൽ 8 വിജയിച്ചിട്ടൊക്കെയാണ് വരുന്നത്. സോ ഒരുപാട് മികവുള്ള താരങ്ങൾ അവരുടെ ടീമിലുണ്ട്. അപ്പോൾ അർജൻറ്റീനക്കെതിരെ എന്ത് പ്രകടനം അവർ നടത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ബട്ട് സ്റ്റിൽ അർജൻറ്റീനക്ക് അവരൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വേൾഡ് റാങ്കിങ് എന്ന് പറയുന്നത് 35ആണ്. അടുത്ത ജോർദാനാണ്. ആദ്യമായിട്ട് വേൾഡ് കപ്പിലെത്തുന്ന ടീമാണ് ജോർദാന്. 66ആണ് അവരുടെ വേൾഡ് റാങ്കിങ്. ഏഷ്യൻ ടീമായിട്ടുള്ള ജോർദാന് വലിയൊരു പ്രതിസന്ധി അർജൻറ്റീനയ്ക്ക് ഉണ്ടാക്കാൻ സാധ്യതയില്ല. സ്കലോനി ഇന്നലെ പറയുന്നുണ്ട്, ജോർദാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഫോർ എ റീസൺ, നമ്മൾ അവരെ എഴുതി തള്ളേണ്ടതില്ല എന്ന് സ്കലോനി പറയുന്നത്. ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദി അറേബ്യ പണി കൊടുത്ത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ കിട്ടിയ പണിയിൽ നിന്ന് അവർ വലിയ രൂപത്തിൽ വേക്കപ്പായിട്ട് മികച്ച പ്രകടനം നടത്തിയിട്ട് കിരീടത്തിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ജോർദാൻ സൗദി അറേബ്യ അല്ല, അത്ര കരുത്ത് അവർക്കില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അർജൻറ്റീനയ്ക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് അനായാസം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അർജൻറ്റീനയുടെ മത്സരങ്ങൾ എന്നൊക്കെയാണ് നടക്കുക. അപ്പം ഗ്രൂപ്പ് ജയിലാണല്ലോ, അതുകൊണ്ട് തന്നെ അർജൻറ്റീനയുടെ മത്സരങ്ങൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ആദ്യ മത്സരം, അർജൻറ്റീനയുടെ മത്സരം 16-ാം തീയതിയാണ് വരിക. ജൂൺ 16-നാണ് അർജൻറ്റീന വേഴ്സസ് അൾജീരിയ മത്സരം. അത് സാൻ ഫ്രാൻസിസ്കോയിലോ കാൻസാസിലോ ആയിരിക്കും. എവിടെയാണ് എന്നുള്ളത് ഇന്നാണ് എക്സാക്ട്ലി അറിയിക്കുക. കളിയുടെ സമയവും ഏത് സിറ്റിയിലാണെന്നുള്ളത് ഇന്നാണ് നമുക്ക് ഒഫീഷ്യലി ഫിഫ അറിയിക്കുക. പിന്നെ അർജൻറ്റീന വേഴ്സസ് ഓസ്ട്രിയ മത്സരം, 2ാമത്തെ മത്സരം വരിക. അത് ജൂൺ 22-നായിരിക്കും. പറഞ്ഞ പോലെ സാൻ ഫ്രാൻസിസ്കോയിലോ ഡല്ലാസിലോ ആയിരിക്കും ആ കളി നടക്കുക. പിന്നെ അർജൻറ്റീന വേഴ്സസ് ജോർദൻ മത്സരമാണ് ഗ്രൂപ്പിൽ അവസാനമായിട്ട് അർജൻറ്റീന കളിക്കുക. ജൂൺ 27-നാണ് ആ കളി. അത് ഡല്ലാസിലോ അല്ലെങ്കിൽ കാൻസസിലോ ആയിട്ടായിരിക്കും ആ മത്സരം നടക്കുക. അപ്പം ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അർജൻറ്റീനയുടെ മത്സരങ്ങളിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ കാണേണ്ട കളി സംശയമൊന്നുമില്ല ഓസ്ട്രിയക്കെതിരെയുള്ള കളിയായിരിക്കും. നല്ലൊരു പോരാട്ടം നമുക്കവിടെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ എക്സ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ, ലിയോ മെസ്സി അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പ് കളിക്കുന്നതാണ്. അതിൻ്റെ ഒരു ആവേശത്തിൽ അർജൻറ്റീന അദ്ദേഹത്തെ മികച്ച രൂപത്തിൽ യാത്രയാക്കാൻ വേണ്ടി മികച്ച പ്രകടനം നടത്തും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പം ഈ ഗ്രൂപ്പ് അവസാനം എങ്ങനെ വരുമെന്നൊരു പ്രഡിക്ഷൻ ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുക അർജൻറ്റീന തന്നെയായിരിക്കും ഗ്രൂപ്പിൽ 1ാമതായിട്ട് ഫിനിഷ് ചെയ്യുക. ദെൻ ഓസ്ട്രിയ 2ാമതും അൾജീരിയ 3ാമതും ജോർദാൻ 4ാമതും എത്താനാണ് സാധ്യത. ചുരുക്കത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീനയ്ക്ക് ഗ്രൂപ്പ് സ്റ്റേജ് താരതമ്യേന എളുപ്പമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.